റിപ്പബ്ലിക് ദിന പരേഡിൽ 15 സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്ക് അംഗീകാരം. തെക്കേ ഇന്ത്യയിൽ നിന്ന് ആന്ധ്രാപ്രദേശ്, കർണാടക, ഗോവ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്കാണ് അംഗീകാരം. ദില്ലി സർക്കാരിന്റെ ഫ്ലോട്ട് തള്ളി. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, കേരളത്തിന്റെ ഫ്ലോട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് 3 ഫ്ലോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് പ്രാതിനിധ്യം? സുജ, റിപ്പബ്ലിക് ദിനത്തിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനാണ് ഇപ്പോൾ ഫ്ലോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. മൊത്തം 15 സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്ക് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4ാം വർഷവും അടുപ്പിച്ച് ദില്ലി നൽകിയ ഫ്ലോട്ടിനെ തള്ളുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ദില്ലി സർക്കാരും തമ്മിൽ നിരന്തരം പോരാട്ടം നടക്കുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ദില്ലിയുടെ ഫ്ലോട്ട് തള്ളിയതിൽ വലിയ വിമർശനം വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ നിന്ന് ആന്ധ്രാപ്രദേശ്, കർണാടക, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. കേരളം ഇത്തവണ ഫ്ലോട്ട് നിർദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ഫ്ലോട്ട് എന്താണെങ്കിലും ഇത്തവണ ഇല്ല. അതേസമയം കഴിഞ്ഞ തവണയൊക്കെ ഉൾപ്പെടുത്താത്തതിൽ, പ്രത്യേകിച്ച് നേരത്തെ 2022 ഫ്ലോട്ട് ഉൾപ്പെടുത്താത്തതിൽ പശ്ചിമ ബംഗാളും അതോടൊപ്പം തന്നെ തമിഴ്നാടും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഇത്തവണ പശ്ചിമ ബംഗാളിൻ്റെ ഫ്ലോട്ടിന് ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്കും എന്താണെങ്കിലും നിലവിൽ അനുമതിയുണ്ട്. ഇനിയിപ്പോൾ ഈ ദില്ലിയുടെ കാര്യത്തിലായിരിക്കും, പ്രത്യേകിച്ച് ദില്ലിയെ തവണയും അവഗണിച്ചതിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയൊക്കെ വലിയ വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യത എന്താണെങ്കിലും ഉണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും എത്തിയിട്ടില്ല. തുടർച്ചയായ വർഷങ്ങളിലെ ഈ അവഗണന കഴിഞ്ഞ തവണയൊക്കെ വലിയ തരത്തിൽ വിവാദം ഉണ്ടാക്കിയിരുന്നു. ഇത്തവണയും ആ വിവാദത്തിന് മറ്റ് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സുജയ, ഓക്കെ, നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചത്.